ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പണേഴ്സ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പണർ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റോടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് ഓയ കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളും റൈറ്റ് സൈഡിൽ ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്ക് ലെവൽസിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ്. ഈ ഹയസ്റ്റ് ഓയ കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസും ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മളിന്ന് ഇൻഡസ് ടവർ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ് ടവർ കഴിഞ്ഞ ദിവസം ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്ക് ലെവൽസ് എന്ന് പറയുന്നത് 330 ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇൻഡസ് ടവർ ക്ലോസ് ചെയ്തത് 330.20 ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻഡസ് ടവറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം ഇൻഡസ് ടവറിൻ്റെ ചാർട്ട്. ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്യുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയ ആ ലെവലാണ്, അതായത് 330 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ലെവൽസിനടുത്ത് വേറെ സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബൈയിലേക്ക് പോകാം. അതല്ല, ഏതെങ്കിലും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ നമ്മുടെ താഴത്തെ, അതായത് 330 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവൽസ് എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ലെവൽ ടച്ച് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ലെവലിൽ ടച്ച് ചെയ്ത് ഇവിടെ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലോസിൽ നമുക്ക് ബൈയിലേക്ക് പോകാം. ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് 330 തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് nicholasneela.com പോവാം. ഇവിടെ പൊസിഷനിൽ CNP ഹയസ്റ്റ് ഓയ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് ഓയ കോൾ സ്ട്രൈക്ക് ലെവൽസും ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്ക് ലെവൽസും എല്ലാ സ്റ്റോക്സുകളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക്ഔട്ട് ബേസ് ചെയ്ത് നമുക്ക് മറ്റ് സ്റ്റോക്സുകളിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കാനർ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ nicholasneela.com പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സ്ട്രാറ്റജി വീഡിയോസും അതുപോലെ മറ്റ് സ്കാനേഴ്സും ഒക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.